മഴ ചായ ജോൺസൺ മാഷ്. ആഹാ അന്തസ്. നൊസ്റ്റാൾജിക്ക് ഇതിന് നല്ലൊരു ഇൻട്രോ മലയാളിക്ക് പറയാൻ കാണില്ല. ഇതൊന്നുമില്ലെങ്കിലും ഒരു പഴയ പാട്ട് മതി നമ്മളെ കഴിഞ്ഞ കാലത്തേക്ക് കൊണ്ടുപോകാൻ. നൊസ്റ്റാൾജി എന്നാൽ ഇത് തന്നെയാണ്. ഇതിന് പിന്നിലെ സൈക്കോളജിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ മനസ്സിന് പോസിറ്റീവായി തോന്നുന്ന പാസ്റ്റ് മെമ്മറികളെയാണ് നൊസ്റ്റാൾജി എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ജനിച്ചു വളർന്ന പഴയ വീട്, നാട്, കൂടെ പഠിച്ച കൂട്ടുകാർ, സ്കൂൾ, പ്രണയം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തരം നൊസ്റ്റാൾജികളാണ് നമുക്ക് ദിവസവും വന്നു പോകുന്നത്. അധികം സയന്റിഫിക്കായി പറയാതെ സിമ്പിളായി തന്നെ ഈ നൊസ്റ്റാൾജി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ചിന്തകൾ തന്നെയാണ് നൊസ്റ്റാൾജിക്കുള്ള ഒരേ ഒരു കാരണം. നമ്മൾ നമ്മുടെ അനുഭവം മറ്റാളുമായി പങ്കുവെക്കുമ്പോൾ പറയേണ്ട എന്ന് വിചാരിച്ചാൽ പോലും അറിയാതെ പുറത്തു വരുന്ന നമ്മുടെ സന്തോഷം നിറഞ്ഞ ആ പഴയ കാലം പിന്നീട് അത് നൊസ്റ്റാൾജിയായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വന്തം അനുഭവം പോലെ തോന്നുന്ന ബുക്കുകൾ വായിക്കുമ്പോഴും, കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ നന്നായി ആസ്വദിച്ച നിമിഷത്ത് കേട്ട പാട്ട് വീണ്ടും കേൾക്കുമ്പോഴും, ഓർമ്മകൾ തുളുമ്പുന്ന ഗന്ധം ശ്വസിക്കുമ്പോഴും, ആഹാരം കഴിക്കുമ്പോഴും, സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും, ഏകാന്തതയിൽ ഇരിക്കുമ്പോഴും എല്ലാം തന്നെ ഇങ്ങനെ നൊസ്റ്റാൾജി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഇത്തരം ഓർമ്മകൾ നൊസ്റ്റാൾജിയായി വന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എത്തരത്തിലുള്ള ആളുകൾക്കാണ് കൂടുതൽ നൊസ്റ്റാൾജിയ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഏറ്റവും അധികം നൊസ്റ്റാൾജിയ ഉണ്ടാവുന്ന ആളുകൾ പൊതുവെ ഇൻട്രോവേർട്ടുകളാണ്. അല്ലെങ്കിൽ കുറേ അധികം നൊസ്റ്റാൾജിയ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുറേ നേരം നൊസ്റ്റു അടിച്ചിരിക്കുന്നവർ ഇൻട്രോവേർട്ടുകൾ ആണെന്ന് പറയാം. സ്വന്തം കാര്യം മാത്രം നോക്കി അവരുടെ ഫീലിങ്സ് അവരുടെ ഉള്ളിൽ തന്നെ വെച്ച് ഒരറ്റത്ത് മാറിയിരിക്കുന്ന ഈ ഇൻട്രോവേർട്ടുകൾ കുറേ സമയം ഇത്തരം പഴയ കാര്യങ്ങൾ ഓർത്ത് ചുമ്മാ പുഞ്ചിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ആളുകൾ നല്ല ക്രിയേറ്റീവ് മൈൻഡുള്ളവരായിരിക്കും. അധികം ആളുകൾക്ക് അറിയാത്ത നല്ല കഴിവുകൾ ഇവർക്കുണ്ടാകും. കൂടാതെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി സ്വന്തം സമയം കളയുവാനും ഇവർ മടിക്കാറില്ല. രണ്ടാമതായി ഏറ്റവും അധികം നൊസ്റ്റാൾജി ഉണ്ടാവുന്നത് ഇൻട്രോവേർട്ടുകളുമല്ല എക്സ്ട്രോവേർട്ടുകളുമല്ല, ഇതിനിടയിൽ നിൽക്കുന്ന ആംബിവേർട്ടുകളാണ്. ഇൻട്രോവേർട്ടിനെ പോലെ എപ്പോഴും ഒറ്റയ്ക്ക് മാറി നിൽക്കാതെ എന്നാൽ അധികം ആരുമായും കമ്പനി വെക്കാത്ത ചിലരുണ്ട്. അവർക്ക് ചിന്തിക്കുവാനും സംസാരിക്കുവാനും സമയം ഒരുപോലെയുണ്ട്. ചുമ്മാ ഇരിക്കുന്ന ടൈം പഴയ കാര്യങ്ങൾ ഓർത്ത് നൊസ്റ്റാൾജി അടിക്കുന്നവരും മറ്റുള്ളവരുമായി ഇത്തരം അനുഭവം പറഞ്ഞ് നൊസ്റ്റു അടിക്കുന്നവരുമാണ് ഇത്തരത്തിൽപ്പെട്ടവർ. ഇവർ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് ഇപ്പോഴത്തെ അവസ്ഥയുമായി കമ്പയർ ചെയ്യുന്നവരാകും. ഒന്ന് പരിശ്രമിച്ചാൽ പുറത്തു വരുന്ന കലാവാസനയുള്ള ആളുകളാണ് ഇത്തരം പേർ. മറ്റുള്ളവരെ സഹായിക്കാനും സഹായം വാങ്ങുവാനും ഇത്തരം ആളുകൾക്ക് നല്ല ഉത്സാഹമാണ്. മൂന്നാമത്തത് ഏറ്റവും അധികം അല്ലെങ്കിൽ താരതമ്യം കുറച്ച് നൊസ്റ്റാൾജി ഉണ്ടാവുന്നവരാണ് എക്സ്ട്രോവേർട്ടുകാർ. ഇൻട്രോവേർട്ടുകൾ തൻ്റെ ഫീലിങ്സ് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കുമ്പോൾ എക്സ്ട്രോവേർട്ടുകൾ മറ്റുള്ളവരുടെ മൂഡ് ഓഫ് കൂടി മാറ്റി കൂളായി നടക്കുന്നവരാണ്. കൂടുതൽ സമയവും ആളുകളുമായി ഇടപെട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഇവർ കൂടുതലും മറ്റുള്ളവർക്ക് ഒരു താങ്ങായി മാറാറാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ പലപ്പോഴും ഇവർക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ആംബിവേർട്ടുകളെക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവർക്ക് നൊസ്റ്റാൾജി ഉണ്ടാവാറുള്ളൂ. എന്നാൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരുമാണ് ഇത്തരം ആളുകൾ എന്ന് പറയാം. ഇനി ഇങ്ങനെ നൊസ്റ്റാൾജിയ മൂലം ഉണ്ടാവുന്ന ചില സൈഡ് എഫക്റ്റുകളെ പറ്റി പറയാം. ഒന്നാമത്തെ എഫക്റ്റ് ഡിപ്രഷൻ ആണ്. ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ടാവുന്നത് നമ്മളെ കൂടുതൽ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നു. പലപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥ പണ്ടത്തേക്കാൾ മോശമാണെന്ന് കരുതുകയും നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് അവർ കൂടുതൽ വേദനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ കൂടുതലും പാസ്റ്റിൽ ജീവിക്കുന്നവരും ചെയ്ത കാര്യങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ ആളുകളിൽ നിന്നും അകന്ന് ജീവിക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നവരാണ്. ഇത് കാരണം പ്രസന്റിൽ ജീവിക്കാൻ ഇവർ മറന്നുപോവുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ നൽകാതെ പോകുവാനും കാരണമാകുന്നു. ഇത് വീണ്ടും അവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെ എഫക്ട് സെൽഫ് എസ്റ്റീമിൽ വരുന്നതാണ്. കൂടുതൽ നേരം നൊസ്റ്റാൾജി ഉണ്ടാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പോസിറ്റീവ് കാര്യങ്ങളാണ് ഓർക്കുന്നതെങ്കിൽ ഇപ്പോൾ അവർ നല്ല ഭാഗ്യവാന്മാരാണെന്ന് കരുതുകയും ഭാവിയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുത്താനാകുമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യും. അതേസമയം നെഗറ്റീവ് നൊസ്റ്റാൾജിയാണ് അവർ ഓർത്തെടുക്കുന്നതെങ്കിൽ തങ്ങളെപ്പറ്റി വളരെയധികം മോശമായി മാത്രം അവർ കാണുകയും താനൊരു പാഴ്ജീവിതമാണ് നയിക്കുന്നതെന്ന് ചിന്തിച്ച് സമൂഹത്തിൽ നിന്നും അകന്ന് ജീവിക്കുകയും ചെയ്യും. ഇത് മാനസികമായി കൂടുതൽ അവരെ തളർത്തുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു എഫക്റ്റ് ഭാവി തീരുമാനത്തെ ഇത് സ്വാധീനിക്കുന്നു എന്നതാണ്. കൂടുതൽ പുറകോട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ അടിക്കുന്നത് ഭാവിയിൽ തങ്ങൾ ആരായി തീരണമെന്ന് അവരെ ചിന്തിപ്പിക്കുകയും അതിലേക്ക് എത്തിച്ചേരാൻ കൂടുതൽ പരിശ്രമിക്കുവാനും അവരെ സഹായിക്കുന്നു. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ നെഗറ്റീവായും ഇത്തരം ചിന്തകൾ ഭാവിയെ സ്വാധീനിക്കും. പലപ്പോഴും അവിവേകകരമായ പല പ്രവൃത്തികളും കാരണമാകുന്നത് ഇത്തരം നൊസ്റ്റാൾജികളാണ്.
മൂന്നാമത്തെ ഒരു എഫക്റ്റായി പറയുന്നത് തങ്ങളുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു എന്നതാണ്. പുതിയ സാഹചര്യങ്ങളിലേക്ക് മാറുമ്പോൾ, അതായത് പുതിയ സ്കൂൾ, പുതിയ ജോലി സ്ഥലം, പുതിയ വീട്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പഴയതിനെല്ലാം അവർ വളരെയധികം മിസ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും അവരെ മനസ്സിൽ എത്തിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇത് തങ്ങൾ ആരാണെന്നും ഇതൊക്കെയാണ് താനെന്നും ഇതൊന്നുമില്ലാതെ പഴയ ആളായി തനിക്ക് മാറാൻ കഴിയില്ല എന്നും അവർ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതിനെ വേർപിരിയുന്നത്, അതായത് മരണം പോലുള്ളവ മൂലമുണ്ടാകുന്ന ചിന്തകൾ ഇവരെ പുതിയൊരു ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഇത്തരം നൊസ്റ്റാൾജിയകളാണ്. അഞ്ചാമത്തെ ഒരു എഫക്റ്റായി പറയുന്നത് ഇത്തരം നൊസ്റ്റാൾജിയ നമ്മളെ ലോകവും സമൂഹവുമായി കൂട്ടിയോജിപ്പിക്കുന്നു എന്നതാണ്. എല്ലാവർക്കും ഇത്തരം നൊസ്റ്റാൾജിയ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എല്ലാം തങ്ങളുടെയാണെന്നും ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നും ഭാവിയിൽ ഇത്തരം ഓർമ്മകൾക്കായി നമ്മളുടെ നൊസ്റ്റാൾജിയക്ക് സമാനമായ പല കാര്യങ്ങളും സമൂഹത്തിനായി ചെയ്യണമെന്നും ആളുകൾക്ക് ബോധമുണ്ടാകുന്നു. ഇത് ഭാവി തലമുറയ്ക്കും സംസ്കാരങ്ങൾക്കും പുതിയ വഴി തെളിയിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് നമ്മുടെ പാരമ്പര്യവും ആചാരങ്ങളും. ഇതെല്ലാം വെച്ച് നൊസ്റ്റാൾജിയ അടിക്കുന്നത് കൂടുതൽ നല്ലതാണ് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അതേസമയം പലതരത്തിലുള്ള ദോഷങ്ങളും ഇതിലുണ്ട്. ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് ഇത്തരം നൊസ്റ്റാൾജിയ നല്ലതും ചീത്തയുമായി അയാളുടെ ജീവിതത്തിലോ ചുറ്റുമുള്ള ആൾക്കാരിലോ പ്രതിഫലിക്കുന്നു. ഇതൊക്കെയാണ് നൊസ്റ്റാൾജിയയ്ക്ക് പിന്നിലുള്ള ചില സൈക്കോളജിക്കലായിട്ടുള്ള ചില വസ്തുതകൾ.